സോ ഇപ്പോൾ ഊട്ടിയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ പച്ചപ്പും ഹരിതാപകരവും ഒക്കെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് പറയണമെന്നുണ്ട്. ബട്ട് ഇന്നലെ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉറങ്ങാനും എണീക്കാനും അതുപോലെ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രസ്സ് ഉണ്ട് രണ്ടാമായിട്ട്. ടൈപ്പ് ഓഫ് ഡ്രസ്സിനോട് എനിക്ക് പൊതുവേ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അത് കണ്ട് ഇഷ്ടമായിട്ട് ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ച്. പക്ഷേ എനിക്ക് ഒക്കേഷൻ വരുന്നുണ്ട്. സോ അതിനൊരു പിക്നിക് ഔട്ട്ലുക്കിലൊക്കെ ഇടാന്ന് വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചാൽ ഒരു ഊട്ടിയിലേക്ക് ട്രിപ്പ് ഫ്രണ്ട്സുമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും കൂടി ഇടാലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ. അപ്പോൾ പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത്, അതായത് തലേ ദിവസം പിറ്റേ ദിവസമാണ് എൻ്റെ അടുത്ത് ഇവിടെ പറയുന്നത് ഇങ്ങനെ ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പിൻ്റെ പോയാലോ. സോ ഐ തോട്ട് ഈ ഡ്രസ്സ് ഇവിടെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്താൽ നല്ല രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊണ്ട് അടുപ്പിച്ചൊരു ഡ്രസ്സ് ചെയ്തു. ഓൺലി എനിക്ക് ചെയ്താൽ മതി. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ റിയൽ പിക്ക് ഞാനിവിടെ കൊടുക്കാം, റെഫറൻസ് പിക്ക് കൊടുക്കാം. പക്ഷേ അതിൽ ബോക്കെയുണ്ട്, നമ്മൾ ബോ ഉണ്ടാക്കി. പക്ഷേ അത് വെക്കാണ്ട് തന്നെ ഇറ്റ് ലുക്ക് സോ ഗുഡ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കസ്റ്റമൈസേഷൻ ആണ് ഉള്ളൊരു കരിയർ. സോ ഞാനുള്ള പേജ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെയും ഈ രണ്ട് ഷോൾഡറിൻ്റെ മുകളിൽ വെക്കാന്ന് വിചാരിച്ചത്. പക്ഷേ അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രത്യേകിച്ച് ഫിറ്റിങ് എനിക്കങ്ങനെ പൊതുവേ എനിക്കിഷ്ടമാണ് ഈ ബോഡി ഫിറ്റ് ഡ്രസ്സൊക്കെ. പക്ഷേ ഞാനതങ്ങനെ ഇടലില്ല, കാരണം എൻ്റെ ഒരു മെഷർമെൻറ്റ് ശരിയല്ല. അപ്പോൾ മെയിനായിട്ട് ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ സെറ്റാക്കി അതുകൂടാണ്ട് തന്നെ നല്ല രീതിയിൽ ഡ്രസ്സ് നല്ല ഫിറ്റിങ്ങിൽ കിട്ടുകയും ചെയ്തപ്പോൾ ഈ രണ്ടും ഈക്വലായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഔട്ട്ലുക്ക് ഈസ് സോ ഗുഡ്. ഇന്നലെ നോക്കുമ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി മഴയായിരുന്നു. അപ്പോൾ ഇന്നും മഴൻ്റെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല പിക്സൊന്നും കിട്ടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ നല്ലൊരു പിക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഊട്ടിയിലേക്ക് വന്ന ചെറിയൊരു ക്ലിപ്സും കാര്യങ്ങളും ചെറിയൊരു ഫിലിമാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ചുരങ്ങളിൽ മായുന്നിതാ ഒരു കിനാവിനാൽ എൻ മനം പുലരിയാക്കി നീ നിന്നിലെ പ്രകാശമിൻ സൂര്യോദയം എന്നുയിരേ നിന്നരികെ എൻ മനമോ വെൺമലരായി പ്രണയമീ വഴിയെ പൂവണിയും നിതാ മഴവില്ല് പോലെ. ഇത് തലേ ദിവസത്തെ കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അതായത് നമ്മൾ ട്രിപ്പ് പുറപ്പെടാൻ പോകുന്ന അന്ന് രാത്രിയുള്ള കാര്യങ്ങൾ. ഈ തുള്ളി കളിക്കുന്ന പോക്കിരിനെ കണ്ട ഇവൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അതുകൊണ്ടാണ് ഒരു ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞല്ലോ നമ്മൾ ഇതേ സമയത്ത് ഊട്ടിയിലായിരുന്നു, അവൻ്റെ ബർത്ത്ഡേ ഒക്കെ അവിടെ നിന്നായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് വല്ല സെലിബ്രേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് അവൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചാൽ. ഇപ്പോഴത്തെ കുട്ടിക്ക് നോർമൽ കേക്ക് ഒന്നും പറ്റില്ല. കേക്കിനെക്കാട്ടി കൂടുതൽ അതില്ലാത്തുള്ള ക്യാരക്ടറാണല്ലോ അവർ എക്സൈറ്റഡ് ആക്കുന്നത്. ഇവനും അതുപോലെ തന്നെ ആ കേക്കിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണോ അതോ അതിലുള്ള ക്യാരക്ടർ കണ്ടിട്ട് തുള്ളിച്ചാടുന്നതാണോ എന്നറിയില്ല. എന്തായാലും ആള് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഊട്ടി പോകുന്ന ഗൈസ്. അല്ല ഗൈസ്, നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചിട്ട് വരികയാണ് ഗൈസ്. മാമയോ പാപ്പയോ ഉമ്മയോ. എന്തിനാ പോന്നേന്ന് തണുപ്പിക്കാനാ പോലും. അല്ല, ഞാൻ LKG പഠിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ കാറിനാണ്. അപ്പോൾ ഒരു 5 മണി 6 മണി ആ ടൈമിൽ നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ല, നല്ല മഴയാണ്. അപ്പോൾ നാളെയും മഴയുണ്ടാവുമെന്ന് പേടിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാനൊക്കെ ചേഞ്ച് ചെയ്ത്, പിന്നെ വെതർ നോക്കുമ്പോൾ നാളെ മഴ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ കണ്ട്, അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അവിടെ നിന്ന്. അപ്പോൾ മഴ ഏകദേശം നിൽക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള എല്ലാ മാർക്കറ്റും ക്ലോസ് ചെയ്ത്, അതുകൊണ്ട് എവിടെയും പോകാനും പറ്റില്ല. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാന്ന് വെച്ച്.
അപ്പോൾ ഞാനിത് ഭയങ്കര എക്സൈറ്റഡാണ്. കാര്യം വേറൊന്നുമല്ല, ഈ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്തിട്ട് നല്ല കുറച്ച് പിക്സ് കിട്ടണം. അതാണ് എൻ്റെ ആഗമന ഉദ്ദേശം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ ടൈ ചെയ്യുന്ന ബോ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു നെക്ക് പീസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ കണ്ടു. റൂമിൽ തന്നെ ഔട്ട്ഫിറ്റിൻ്റെ നല്ലൊരു ലുക്ക് കിട്ടുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടുന്ന് നല്ലൊരു ലൈറ്റിനിങ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ട്രൈപോഡും ഉണ്ട് അതിന്, അതാണെങ്കിൽ വണ്ടിയിലുള്ളത്. പിന്നെ താഴെ പോയിട്ട് അത് എടുക്കാനുള്ളൊരു ചെറിയ മടിയും കൊണ്ട് ഞാൻ അതങ്ങ് വിട്ടു. അപ്പം ഞാൻ ഇയാളെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഇവൻ്റെ പേര് അയാൻ എന്നാണ്, നമ്മൾ വിളിക്കുന്നത് അന്നു എന്നാണ്. അത്യാവശ്യം വേലത്തരങ്ങളൊക്കെ ആളെ കയ്യിലുണ്ട്. പക്ഷെ ഇമോഷണലി ആളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അങ്ങനെ ചില അല്ലറ ചില്ലറ അടവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പിള്ളേരെ പറ്റിക്കാൻ പ്രത്യേക രസമാണല്ലോ. ഇപ്പം തന്നെ നോക്കിക്കോ, അവൻ്റെ കയ്യിലുള്ള ആ ബബിൾഗം കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് വായിനിക്കൊണ്ട് പല സൗണ്ടും ഉണ്ടാക്കുന്നത്. അവസാനം വായി പൊത്തിപ്പിടിച്ച് ഷൂട്ട് ചെയ്യേണ്ടി വന്ന്. ഇതാണ് ആൾ. അപ്പോൾ ആളെ പേര് മറക്കണ്ട, അയാൻ. നമുക്ക് ഇനി അങ്ങോട്ട് വീണ്ടും കാണേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. വ്യൂ പോയിന്റ് കാണാൻ മാത്രം അടിപൊളി അമേസിംഗ് ഒന്നും അല്ലെങ്കിലും അതിലേക്കുള്ള വഴി അടിപൊളിയായിരുന്നു. പിന്നെ ഇതുപോലത്തെ മാർക്കറ്റ് സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഇന്ന് മാർക്കറ്റ് മൊത്തത്തിൽ കറങ്ങുന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇതാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ ഔട്ട്ഫിറ്റിന് ദീസ് കൈൻഡ് ഓഫ് ഹാറ്റൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇന്നലെ കുറേ തപ്പി എവിടുന്നും കിട്ടിയിട്ടില്ല. ഇന്നാണെങ്കിൽ 3-4 ഷോപ്പിൽ മാറിക്കേറിയിട്ട് അവസാനം എനിക്ക് വേണ്ടുന്ന സാധനം കിട്ടിയത്. എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കളറിനായാലും ഡിസൈനായാലും ഇത് പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. സാധാരണ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ ആൾക്കാർ ഇതുപോലത്തെ ഹാറ്റൊക്കെ വെച്ചിട്ട് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇന്നെന്തോ ഞാൻ വെച്ചതുകൊണ്ടാണെന്നറിയില്ല, അവിടെ ഒരു മനുഷ്യക്കുട്ടി പോലും, എന്തിന് കുഞ്ഞിക്കുട്ടി പോലും ഹാറ്റ് വെച്ച് കണ്ടിട്ടില്ല. ആദ്യം ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മിററിൽ ഞാൻ ഫുൾ വ്യൂ കണ്ടപ്പോൾ ഈ ഔട്ട്ഫിറ്റും ഈ ഹാറ്റും ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ആയി കണ്ടപ്പോൾ പിന്നെ എനിക്ക് തയ്ക്കാനും തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ഒരു തേയിലത്തോട്ടത്തിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നല്ല പിക്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലേക്കാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ എന്തോ നല്ല ഒന്നും കിട്ടിയിട്ടില്ല. അത് പിന്നെ ഈ ഉച്ച 1 മണി 2 മണി 3 മണി ആ ഒരു ടൈം പീരീഡ് വരെ നല്ലൊരു പിക്സ് നമുക്ക് പുറത്തുനിന്ന് കിട്ടൂല. കാരണം സൂര്യൻ തൊട്ട് മുകളിലാണല്ലോ. ഒരു 5 മണി 6 മണി ആ ടൈമിലാണ് സൺസെറ്റ് ആവാൻ പോകുമ്പോഴാണ് നല്ലൊരു പിക്സ് നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞ് ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബാഗ് കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. ഇതെൻ്റെ സിസ്റ്റർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന പ്ലാന്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടുണ്ടല്ലോ, ചെറിയൊരു മഴയും ചെറിയൊരു വെയിലും ഒക്കെ ആയിട്ട് അത് നമ്മൾ കുറുക്കൻ്റെ കല്യാണം എന്നല്ലേ പറയാനേ. എന്തിൻ്റെ കല്യാണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ വിഷ്വൽസ് ഇറ്റ് വാസ് അമേസിങ്. അപ്പോൾ ഗാർഡനിൽ എടുത്ത പിക്സ് ഞാനിവിടെ കൊടുക്കാം. നല്ല കുറച്ച് പിക്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു വീഡിയോ കൂടി അവിടെ നിർത്താൻ മതിയായിരുന്നു. സാരില്ല, ഇവിടുന്ന് സെറ്റാക്കാം. ഈ ഫോറസ്റ്റും വൈറ്റ് ഫ്രോക്കും എല്ലാം ഇട്ടിട്ട് എനിക്കൊരു മാതിരി റാസ് സിനിമയിലെ ഡ്രാഗുള ഫീൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വീഡിയോസ് എടുത്താൽ അത്ര വലിയ പെർഫെക്ഷൻ ആവില്ല. അപ്പോഴാണ് താഴെ നല്ലൊരു സ്ഥലം ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ വീഡിയോ ഫ്രെയിമിൽ അധികം ആൾക്കാരൊന്നും കടന്നു വന്നിട്ടില്ല. എനിക്ക് വീഡിയോസൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്.